റിയാലിറ്റിയും വർത്തമാനവും രണ്ടാകരുത്. വർത്തമാനം പറയാതെ റിയാലിറ്റിയെ ബോധ്യപ്പെടുത്താൻ കഴിയാം. എങ്ങനെയാണ്? നിങ്ങളെ മക്കളെ മാസത്തിലൊരിക്കൽ ഏതെങ്കിലും ഒരു പാലിയേറ്റീവ് കെയറിലേക്ക് കൊണ്ടുപോവുക. നിങ്ങൾ ഒന്നും പറയണ്ട, വെറുതെ കൊണ്ടുപോവുക. അവിടെയുള്ള മനുഷ്യന്മാർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ കണ്ണുകൊണ്ട് കാണുക. തിരിച്ചു വരുമ്പോ നിങ്ങളൊരു ഉദ്ദേശം വെച്ചാൽ മക്കളെയും കൂട്ടി പോകുന്നത്. എന്റെ മോക്കെല്ലാം ബോധ്യപ്പെടണം. തിരിച്ച് മക്കളെയും കൂട്ടി വരിക. ഇറങ്ങി വരുന്ന വഴിയിൽ നിങ്ങളെ മക്കളെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ചാലിട്ടൊഴുകുന്നത് നിങ്ങൾ കാണും. അപ്പോഴും നിങ്ങൾ വർത്താനമൊന്നും പറയരുത്. ജസ്റ്റ് ഒന്ന് ഷോൾഡറിൽ പുഷ് ചെയ്യാം. പ്രശ്നമില്ല, നമുക്ക് ഇത് നമ്മൾ പറയാം, ഇതൊന്നും അല്ല നമുക്ക് തന്നില്ലല്ലോ, അൽഹംദുലില്ലാ എന്നൊരു സർവൈവൽ ഉണ്ടാക്കുക, ഒരു ഫീലിംഗ് ഹാപ്പിനെസ് ഉണ്ടാക്കുക. ഇതൊന്നും പഠിച്ചോ നമുക്ക് തന്നില്ലല്ലോ. അവിടെ എപ്പോഴും അള്ളാഹെ സ്തുതിക്കണം. എന്നിട്ട് അതിന്റെ കൂടെ ചേർത്ത് വെക്കുക, അള്ളാഹ് നൽകിയതിന് നമ്മൾ സ്തുതിക്കണം. മക്കളെ മോളെ, അല്ല നമുക്ക് തന്നൊരു നിയമത്തുണ്ടല്ലോ, അത് നമ്മൾ സ്തുതിക്കുക. എന്നൊറ്റ വർത്താനം പറഞ്ഞാൽ വീട്ടിലെത്തി ഐഫോൺ 16 വേണമെന്ന് പറഞ്ഞ കുട്ടി മെല്ലെ ബാപ്പാനോട് പറയും, ഐഫോൺ 16 ഒന്നും വേണ്ട, ബാപ്പാക്ക് ആകുന്ന ഒരു ഫോൺ കിട്ടി ഞങ്ങൾക്ക് ഉപകാരം. കാരണം വാട്സാപ്പ് ഉപയോഗിക്കണം കോളേജിൽ പോകുമ്പോൾ, നല്ല ക്ലാസ്സൊക്കെ കിട്ടും എന്ന് പറയുന്ന റിയാലിറ്റിയിലേക്ക് നിങ്ങളെ മക്കൾ വരും.